ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിൽ ആകെയുള്ള 114 സൂറത്തുകളിൽ 109ാമത്തെ സൂറത്ത് സൂറത്തുൽ കാഫിറൂനാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഈ സൂറത്ത് 30ാം ജുസ്ഇൽ ആകെയുള്ള 37 സൂറത്തുകളിൽ 32ാമത്തെ സൂറത്താണ്. ഈ സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ആയിരുന്ന കാലത്ത് അവതരിച്ച സൂറത്താണ്. അതുകൊണ്ട് ഇതിനെ മക്കിയ എന്ന് പറയാം. അതാണ് ഭൂരിപക്ഷ അഭിപ്രായം. എന്നാൽ മദനീയ ആണ് എന്നുള്ള ചില അഭിപ്രായങ്ങളും ഉണ്ട്. ഈ സൂറത്തിൽ ആകെ 6 ആയത്തുകളാണുള്ളത്. 6 ആയത്തുകൾ മാത്രമുള്ള മറ്റൊരു സൂറത്ത് കൂടെ പരിശുദ്ധ ഖുർആനിലുണ്ട്. അത് നമ്മൾ പഠിച്ച സൂറത്തുൻ നാസ് ആണ്. ഈ സൂറത്തിൻ്റെ പേര് ആദ്യ ആയത്തിൽ നിന്ന് വന്നതാണ്, സൂറത്തുൽ കാഫിറൂൻ. കാഫിറൂൻ എന്ന് പറഞ്ഞാൽ സത്യനിഷേധികൾ അല്ലെങ്കിൽ അവിശ്വാസികൾ എന്നൊക്കെയാണ് അർത്ഥം. ചില സന്ദർഭങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു സൂറത്തിനെ സൂറത്തു ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്നും പറഞ്ഞിട്ടുണ്ട്. ഈ സൂറത്തിൻ്റെ തുടക്കം ഖുൽ എന്ന പദം കൊണ്ടാണ്. നമുക്കറിയാം, ഖുൽ എന്ന പദം കൊണ്ട് തുടങ്ങുന്ന 5 സൂറത്തുകളാണ് പരിശുദ്ധ ഖുർആനിലുള്ളത്. 114ാമത്തെ അധ്യായം സൂറത്തുൻ നാസ്, 113ാമത്തെ അധ്യായം സൂറത്തുൽ ഫലഖ്, 112ാമത്തെ അധ്യായം സൂറത്തുൽ ഇഖ്ലാസ്, പിന്നീട് ഈ സൂറത്ത് 109ാമത്തെ അധ്യായമായിട്ടുള്ള സൂറത്തുൽ കാഫിറൂൻ, പിന്നെ 72ാമത്തെ അധ്യായം സൂറത്തുൽ ജിന്ന്. ഈ സൂറത്തിനെ ഖുർആനിൻ്റെ 4-1 എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് സൂറത്തുൽ ഇഖ്ലാസിനെ പരിശുദ്ധ ഖുർആനിൻ്റെ 3-1 എന്ന് പറയുന്നത്. ഈ ഒരു സൂറത്തിൽ അള്ളാഹു അല്ലാത്ത മറ്റൊന്നിനെയും വിളിച്ച് ആരാധിക്കരുത് എന്ന ശക്തമായ നിലപാടാണ് വ്യക്തമാക്കുന്നത്. സൂറത്തുൽ ഇഖ്ലാസിൽ എന്തായിരുന്നു? എന്തുകൊണ്ടാണ് അള്ളാഹു ആരാധനക്കർഹൻ എന്ന വിശദീകരണമാണ് അവിടെ പറഞ്ഞത്. ശരിക്ക് ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ളതിൻ്റെ ഒരു വിശദീകരണമാണ് ഈ 2 സൂറത്തുകൾ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ലാ ഇലാഹ എന്നുള്ള ആ ഒരു ഭാഗമാണ് ഈ ഒരു സൂറത്തുൽ കാഫിറൂൻ വിശദീകരിക്കുന്നത്. ഇല്ലല്ലാ എന്നുള്ള ഭാഗമാണ് സൂറത്തുൽ ഇഖ്ലാസ് വിശദീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 2 സൂറത്തുകളും തമ്മിലുള്ള ബന്ധം നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഈ 2 സൂറത്തുകൾ പല നിസ്കാരങ്ങളിലും ഒരുമിച്ച് വരുന്നുണ്ട്. സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്തിൽ, മഗ്രിബിന് ശേഷമുള്ള 2 റക്അത്തിൽ, തവാഫിന് ശേഷമുള്ള 2 റക്അത്തിൽ, അതുപോലെ തന്നെ വിത്റിലെ 2 റക്അത്തിൽ. ഈ സമയത്തൊക്കെ ആദ്യ റക്അത്തിൽ സൂറത്തുൽ കാഫിറൂനും രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസുമാണ് സുന്നത്തുള്ളത്. അതുപോലെ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് സൂറത്തുൽ കാഫിറൂൻ ഓതുന്നത് സുന്നത്താണ് എന്ന റിപ്പോർട്ടുമുണ്ട്. ഈ ഒരു സൂറത്തിൻ്റെ അവതരണ പശ്ചാത്തലം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും, സത്യനിഷേധികൾ പല രൂപത്തിലും ഇസ്ലാമിനെ എതിർക്കാനും തളർത്താനും ശ്രമിച്ചിട്ടുണ്ട്. ചില സന്ദർഭങ്ങളിൽ ശക്തമായ എതിർപ്പുകൾ കൊണ്ട് അതിനെ ഇല്ലാതാക്കാനും വേണ്ടി അവർ ശ്രമം നടത്തിയിട്ടുണ്ട്. എന്നാൽ മറ്റു ചില സന്ദർഭങ്ങളിൽ ഒത്തുതീർപ്പിന് വന്നിട്ടുണ്ട്, കരാറുണ്ടാക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെയെങ്കിലും ഒരു കരാറിലേക്ക്, ഒരു സന്ധിയിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം സത്യനിഷേധികൾ നടത്തിയ സമയത്ത് അതുമായി ബന്ധപ്പെട്ടാണ് ഈ സൂറത്ത് അവതരിച്ചത് എന്നതാണ് പല ഖുർആൻ വ്യാഖ്യാതാക്കളും വ്യക്തമാക്കിയിട്ടുള്ളത്. അവർ പല രൂപത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് എത്ര സമ്പത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് നൽകാം, ഏത് യുവതിയെ വേണമെങ്കിലും വിവാഹം ചെയ്തു തരാം, ഒരേ ഒരു നിബന്ധന മാത്രം പാലിച്ചാൽ മതി. അതായത് ഞങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങളെ നിങ്ങൾ എതിർക്കരുത്. അങ്ങനെ ഒരു നിബന്ധനയുമായിട്ട് അവർ വന്നിരുന്നു. ഇനി അതല്ലെങ്കിൽ നമുക്ക് 2 പേർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന മറ്റൊരു നിർദ്ദേശം മുന്നോട്ട് വെക്കാം എന്ന് പറഞ്ഞ് അവർ പറഞ്ഞൊരു കാര്യമാണ്, 1 വർഷം നിങ്ങൾ ഞങ്ങളുടെ ആരാധ്യ വസ്തുക്കളെ ആരാധിക്കുക, അടുത്ത വർഷം ഞങ്ങൾ നിങ്ങളുടേത് ആരാധിക്കാം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഒത്തുതീർപ്പായല്ലോ, ആ രൂപത്തിൽ നമുക്ക് ഒരുമിച്ച് പോകാം എന്ന രൂപത്തിലൊക്കെ അവർ പല നിർദ്ദേശങ്ങളുമായി മുന്നോട്ട് വന്നിരുന്നു. മറ്റൊരു റിപ്പോർട്ടിൽ നിങ്ങൾ ഞങ്ങളുടെ ആരാധ്യ വസ്തുക്കളെ ചുംബിക്കണം, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ ആ ആരാധ്യനെ ആരാധിക്കാം എന്നൊക്കെ പറഞ്ഞ രൂപത്തിലുള്ള റിപ്പോർട്ടുകൾ കാണാൻ സാധിക്കും. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി കൊടുത്തത്, എൻ്റെ നാഥൻ എന്താണ് കൽപ്പിക്കുന്നത് എന്ന് നോക്കട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് മറുപടി തരാമെന്നാണ്. അതിൻ്റെ അർത്ഥം അവർ പറഞ്ഞ കാര്യം സ്വീകരിക്കാനുള്ളൊരു തോന്നൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉള്ളിൽ വന്നു എന്നല്ല. ഇത് ഒരുപക്ഷെ അള്ളാഹു അംഗീകരിച്ചേക്കാം എന്ന തോന്നലുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നല്ല ഉറപ്പാണ്, ഒരിക്കലും ഇത് അംഗീകരിക്കാൻ പറ്റില്ല. എന്നാൽ പിന്നെ അത് അങ്ങനെ തന്നെ അങ്ങ് പറഞ്ഞാൽ പോരെ? എന്തിനാണ് നാഥൻ എന്താണ് പറയുന്നത് എന്ന് നോക്കട്ടെ എന്നുള്ളത് പറയാൻ കാരണം? അത് നമുക്ക് ഇങ്ങനെ ചിന്തിച്ചാൽ മനസ്സിലാവും. ഇപ്പോൾ കുറച്ച് ആളുകൾ എന്തെങ്കിലും ഒരു അപേക്ഷയുമായിട്ടൊരു ഉദ്യോഗസ്ഥൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ആ ഉദ്യോഗസ്ഥന് നല്ല ഉറപ്പാണ് ഈ അപേക്ഷ എന്തായാലും പാസ്സാവില്ല, ഇത് തള്ളിക്കളയും.
അപ്പോൾ ആ ഉദ്യോഗസ്ഥൻ ഇത് സ്വീകാര്യമല്ല എന്ന് പറഞ്ഞാൽ ഉടനെ വന്ന ആളുകൾ പറയും, നിങ്ങൾ ഒന്നും കൂടെ ശ്രമിച്ചു നോക്കൂ, നിങ്ങൾ നിങ്ങളുടെ മേലുദ്യോഗസ്ഥനോട് ചോദിച്ചു നോക്കൂ, ഇത് ഏതെങ്കിലും തരത്തിൽ സ്വീകരിക്കാൻ നിങ്ങൾ എന്തെങ്കിലും ചെയ്തു തരൂ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കും. പക്ഷേ അതൊരിക്കലും ഇല്ലാത്ത രൂപത്തിൽ അതിനെ അവിടെ വെച്ച് അവസാനിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ഞാൻ എൻ്റെ മേലുദ്യോഗസ്ഥനോട് ചോദിക്കട്ടെ എന്ന് പറയലാണ്. മേലുദ്യോഗസ്ഥനോട് ചോദിച്ചു കഴിഞ്ഞ് മേലുദ്യോഗസ്ഥൻ പറയുന്നത് ഒരിക്കലും സ്വീകാര്യമല്ല എന്ന് പറഞ്ഞു എന്ന് അവരറിയിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഇവർക്ക് ഒന്നും ചോദിക്കാനില്ലല്ലോ. കാരണം അത് ഏറ്റവും മേലുദ്യോഗസ്ഥൻ്റെ അടുത്ത് തന്നെയുള്ള മറുപടി വന്നു, ഇനിയിപ്പോൾ ഇദ്ദേഹത്തോട് സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന രൂപത്തിൽ അതോടുകൂടെ അതിനൊരു അന്തിമ തീരുമാനമാവും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ഈ ഒരു വിഷയത്തിലൊരു അന്തിമ തീരുമാനം, ഇനി ഒരിക്കലും ഇങ്ങനെയുള്ള ഒരു ഒത്തുതീർപ്പുമായിട്ട് ഇവർ മുന്നോട്ട് വരരുത് എന്ന രൂപത്തിൽ അത് അവിടം കൊണ്ട് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ നാഥൻ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് കൽപ്പന ഇറക്കുന്നത് എന്ന് നോക്കട്ടെ, അതിനുശേഷം നിങ്ങൾക്ക് മറുപടി തരാം എന്ന് പറയുന്നത്. നമുക്ക് ഈ സൂറത്തിലെ ആയത്തുകൾ പഠിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു വലാ അന ആബിദും മാ അബദ്തും വലാ അൻതും ആബിദൂന മാ അഅ്ബുദു ലക്കും ദീനുക്കും വലിയ ദീൻ. ആദ്യ ആയത്തിൽ അള്ളാഹു പറയുന്നു, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. ഖുൽ, ഖാല എന്ന് പറഞ്ഞാൽ പറഞ്ഞു എന്നർത്ഥം. അതിൻ്റെ കൽപ്പനക്രിയയാണ് ഖുൽ എന്നുള്ളത്. താങ്കൾ പറയണം, താങ്കൾ പറഞ്ഞു കൊടുക്കുക, പറയൂ, നീ പറയൂ എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. ഖുൽ, നബിയെ താങ്കൾ പറയുക എന്ന് നമുക്ക് പറയാം. കാരണം അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് ഇത് ആദ്യമായി പറയാൻ പറയുന്നത്. ഖുൽ, നബിയെ താങ്കൾ പറയുക, പറഞ്ഞു കൊടുക്കുക. യാ അയ്യുഹ, യാ അയ്യുഹ എന്നുള്ളത് വിളിക്കാൻ ഉപയോഗിക്കുന്നൊരു പദപ്രയോഗമാണ്. ആരെങ്കിലുമൊക്കെ നമ്മൾ വിളിക്കുമ്പോൾ ഹേ അല്ലെങ്കിൽ അല്ലയോ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ വിളിക്കാൻ ഉപയോഗിക്കുന്നൊരു പദപ്രയോഗമാണ് യാ അയ്യുഹ. അതിനുശേഷം വരുന്ന പദം നോക്കിയിട്ടാണ് ആരെയാണ് വിളിക്കുന്നത് എന്ന് തീരുമാനിക്കുന്നത്. ഇപ്പോൾ യാ അയ്യുഹൽ മുസ്ലിമൂൻ എന്നാണെങ്കിൽ മുസ്ലിങ്ങളെ, യാ അയ്യുഹൽ കാഫിറൂൻ എന്നാണെങ്കിൽ അവിശ്വാസികളെ, ആ രൂപത്തിലാണ് അതിൻ്റെ പദപ്രയോഗം. പുല്ലിംഗ രൂപത്തിലുള്ള പദങ്ങളുടെ മുമ്പിലാണ് യാ അയ്യുഹ എന്ന് വരിക. സ്ത്രീലിംഗ രൂപത്തിലുള്ള പദങ്ങളുടെ മുമ്പിൽ യാ അയ്യത്തുഹ എന്നാണ് വരിക. പരിശുദ്ധ ഖുർആനിൽ തന്നെ വന്നിട്ടുണ്ട് യാ അയ്യത്തുഹൻ നഫ്സു. അവിടെ നഫ്സ് എന്നുള്ളത് സ്ത്രീലിംഗം ആയതുകൊണ്ടാണ് യാ അയ്യത്തുഹ എന്ന് ഉപയോഗിച്ചത്. ശരി, ഇവിടെ യാ അയ്യുഹ വിളിക്കുകയാണ്. ആരെയാണ് വിളിക്കുന്നത്? അൽ കാഫിറൂൻ. കഫറ എന്ന് പറഞ്ഞാൽ അവിശ്വസിച്ചു, നിഷേധിച്ചു എന്നൊക്കെയാണ്. കാഫിർ നിഷേധി, അവിശ്വാസി. അതിന് കർഷകൻ എന്നർത്ഥമുണ്ട്. കാരണം ഒരു സത്യത്തെ മറച്ചു വെക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ മറച്ചു വെക്കുന്നവൻ എന്നും അതിനർത്ഥമുണ്ട്. ശരിക്കും കർഷകൻ ചെയ്യുന്നത് വിത്തിനെ മണ്ണിൽ മറച്ചു വെക്കുകയാണല്ലോ, ഒളിപ്പിച്ചു വെക്കുക അല്ലെങ്കിൽ അതിനെ കുഴിച്ചിടുക, എന്നിട്ടാണ് വിത്ത് മുളക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാഫിർ എന്ന് പറയുമ്പോൾ അത് കർഷകൻ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. കുഫാർ എന്നൊക്കെ പറയുമ്പോൾ കർഷകർ. ശരി, അപ്പോൾ ഇവിടെ കാഫിർ എന്നുള്ളതിൻ്റെ ബഹുവചനം കാഫിറൂൻ എന്ന് വന്നു. കാഫിറൂൻ എന്നുള്ളതൊരു ബഹുവചനാണ്, അവിശ്വാസികൾ. അതേപോലെ കുഫാർ, കഫറത്ത്, ഇതൊക്കെ കാഫിർ എന്നുള്ളതിൻ്റെ ബഹുവചനാണ്. അവിശ്വാസികൾ അല്ലെങ്കിൽ സത്യനിഷേധികൾ എന്നൊക്കെ നമുക്കതിനർത്ഥം പറയാം. അപ്പോൾ യാ അയ്യുഹൽ കാഫിറൂൻ, സത്യനിഷേധികളെ, അവിശ്വാസികളെ വിളിക്കുകയാണ്. ഖുൽ, നബിയെ താങ്കൾ പറയുക, യാ അയ്യുഹൽ കാഫിറൂൻ, സത്യനിഷേധികളെ. അടുത്ത ആയത്ത് ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. അബദ എന്ന് പറഞ്ഞാൽ ആരാധിച്ചു എന്നാണ് അർത്ഥം. അത് മാളിയായ പദമാണ്, പാസ്റ്റ് ടെൻസ് ആണ്, ഭൂതകാലക്രിയയാണ്. അതിൻ്റെ മുലാരി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടക്കുന്നത് അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്നത്. അഅ്ബുദു, തഅ്ബുദു, നഅ്ബുദു, യഅ്ബുദു എന്നൊക്കെയാണ്. അഅ്ബുദു എന്ന് പറഞ്ഞാൽ ഞാൻ ആരാധിക്കും, ഞാൻ ആരാധിക്കുന്നു. അതിൻ്റെ മുമ്പിൽ ലാ എന്ന് വരുമ്പോൾ ലാ അഅ്ബുദു, ഞാൻ ആരാധിക്കുന്നില്ല. അഅ്ബുദു എന്ന് പറഞ്ഞാൽ ഞാൻ ആരാധിക്കുന്നു, ലാ അഅ്ബുദു, ഞാൻ ആരാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ആരാധിക്കുകയില്ല. ഭാവിയിലും ആ രൂപത്തിലും പറയാം. മാ തഅ്ബുദൂൻ, എന്തിനെ? മാ തഅ്ബുദൂൻ, അബദ ആരാധിച്ചു, യഅ്ബുദു അവൻ ആരാധിക്കും, അവൻ ആരാധിക്കുന്നു, തഅ്ബുദു നീ ആരാധിക്കും, നീ ആരാധിക്കുന്നു, തഅ്ബുദൂൻ നിങ്ങൾ ആരാധിക്കും, നിങ്ങൾ ആരാധിക്കുന്നു. മാ എന്നതിൻ്റെ മുമ്പിൽ ചേരുമ്പോൾ അത് അല്ലെങ്കിൽ യാതൊന്ന് അല്ലെങ്കിൽ എന്താണോ അത്, അങ്ങനെയൊക്കെ അർത്ഥം കിട്ടും.
മാ തഅബുദൂൻ എന്താണോ നിങ്ങൾ ആരാധിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ആരാധിക്കുന്നത്. അപ്പോൾ ലാ അഅ്ബുദു ഞാൻ ആരാധിക്കുന്നില്ല, മാ തഅബുദൂൻ നിങ്ങൾ ആരാധിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ആരാധിക്കുന്നതിനെ, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല. അടുത്ത ആയത്ത് വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്. വല വാവ് അത്ഫിൻ്റെ വാവാണ്. തൊട്ട് മുമ്പത്തെ ആയത്തിൽ പറഞ്ഞ കാര്യത്തിലേക്ക് ഇനി പറയുന്ന കാര്യം കൂടെ ചേർക്കാൻ വേണ്ടിയിട്ട്. ലാ അൻതും, അൻത എന്ന് പറഞ്ഞാൽ നീ, അൻതുമാ നിങ്ങൾ 2 പേർ, അൻതും നിങ്ങൾ കുറേ പേർ. അതിൻ്റെ മുമ്പിൽ ലാ വരുമ്പോൾ ലാ അൻതും നിങ്ങൾ അല്ല, ലാ എന്ന് പറഞ്ഞാൽ അല്ല, ലാ അൻതും നിങ്ങൾ അല്ല. ആബിദൂന അബദ ആരാധിച്ചു, ആബിദ് ആരാധിക്കുന്നവൻ, അതിൻ്റെ ബഹുവചനമാണ് ആബിദൂൻ ആരാധിക്കുന്നവർ. അപ്പോൾ നിങ്ങൾ ആരാധിക്കുന്നവരല്ല. എന്തിനെ? മാ അഅ്ബുദു, അഅ്ബുദു അത് നേരത്തെ വന്നു, ഞാൻ ആരാധിക്കുന്നു. മാ അഅ്ബുദു ഞാൻ ആരാധിക്കുന്നതിനെ. അപ്പോൾ ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങൾ ആരാധിക്കുന്നവരല്ല, അല്ലെങ്കിൽ ഞാൻ ആരാധിക്കുന്നതിനെ ആരാധിക്കുന്നവരല്ല നിങ്ങൾ. അതിൻ്റെ തുടക്കത്തിലുള്ള വാവും കൂടെ ചേർത്ത് പറയുമ്പോഴോ, അതിൻ്റെ എന്നർത്ഥം കൂടെ ചേർത്ത് പറയുമ്പോൾ ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങൾ ആരാധിക്കുന്നുമില്ല എന്ന രൂപത്തിൽ അർത്ഥം കൊടുക്കാം. അടുത്ത ആയത്ത് വല അന ആബിദും മാ അബത്തും. വല അന, അന എന്ന് പറഞ്ഞാൽ ഞാൻ, വല അന അവിടെയും വാവ് അത്ഫിൻ്റെ വാവാണ്. ലാ ഇല്ല, അന ഞാൻ, ലാ അന ഞാൻ ഇല്ല, അല്ലെങ്കിൽ ഞാൻ അല്ല. ആബിദുൻ ആരാധിക്കുന്നവൻ, അബദ ആരാധിച്ചു, ആബിദുൻ ആരാധിക്കുന്നവൻ, ഞാൻ ആരാധിക്കുന്നവനല്ല. മാ അബദത്തും, അബദ ആരാധിച്ചു, അതിൻ്റെ കൂടെ അൻതും നിങ്ങൾ എന്ന് ചേർക്കാൻ വേണ്ടിയിട്ട് ചെയ്യുക, തും എന്ന് മാത്രമേ ചേർക്കുള്ളൂ. അപ്പോൾ അവസാനത്തെ അബദ എന്നുള്ളതിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് സുക്കൂന് കൊടുക്കും. അപ്പോൾ അബദ് തും എന്ന വരിക. ആ സുക്കൂന് അവിടെ ഉണ്ടാവില്ല, അത് നമുക്ക് തജ്വീദിൻ്റെ സമയത്ത് പറയാം. അബത്തും എന്നാണ് അപ്പോൾ പറയാം. ശരി, അർത്ഥം നിങ്ങൾ ആരാധിച്ചു എന്നാവും. അബദ ആരാധിച്ചു, അബത്തും നിങ്ങൾ ആരാധിച്ചു. മാ അബത്തും നിങ്ങൾ ആരാധിച്ചത്. അപ്പോൾ ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം പറയുമ്പോഴോ വലാ അന ഞാൻ അല്ല, ആബിദുൻ ആരാധിക്കുന്നവൻ, മാ അബത്തും നിങ്ങൾ ആരാധിച്ചതിനെ, നിങ്ങൾ ആരാധിച്ചതിനെ ആരാധിക്കുന്നവനല്ല ഞാൻ. അതിൻ്റെ തുടക്കത്തിലുള്ള വാവിൻ്റെ അർത്ഥം കൂടെ ചേർത്ത് പറയുമ്പോൾ വലാ അന ആബിദും മാ അബത്തും, മാത്രമല്ല നിങ്ങൾ ആരാധിച്ചതിനെ ആരാധിക്കുന്നവനല്ല ഞാൻ. അടുത്ത ആയത്ത് വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്. ഇതിൻ്റെ അർത്ഥം ആ മൂന്നാമത്തെ ആയത്തിൻ്റെ അതേ അർത്ഥം തന്നെയാണ്. വിശദീകരണത്തിൻ്റെ സമയത്ത് നമുക്ക് എന്താണ് ആശയത്തിലുള്ള വ്യത്യാസം എന്ന് പറയാം. വാക്കുകളൊക്കെ, പദങ്ങളെല്ലാം വന്നിരിക്കുന്നത് ഒരേപോലെയാണ്. വലാ അൻതും ആബിദൂന മാ അഅ്ബുദ് നേരെ മൂന്നാമത്തെ ആയത്തിൽ വന്ന അതേ വാക്കുകളാണ്. അപ്പോൾ അതുകൊണ്ട് അർത്ഥം നമുക്ക് തൽക്കാലം ഇങ്ങനെ പറയാം, ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങൾ ആരാധിക്കുന്നുമില്ല. അടുത്ത ആയത്ത് ലക്കും ദീനുക്കും വലിയ ദീൻ. ലക്കും നിങ്ങൾക്കുണ്ട്. ശരിക്ക് ലീ എന്നുള്ളതിൻ്റെ കൂടെ കും എന്ന് വരുമ്പോഴാണ് ലക്കും എന്നാവുക. അത് ലിക്കും എന്നല്ല, ലക്കും എന്നാണ് ആവുക. ലീ എന്നുള്ളതിന് പല അർത്ഥങ്ങളുണ്ട്. ക്ക്, ന്, വേണ്ടി, ഉണ്ട്, അങ്ങനെയൊക്കെ അർത്ഥമുണ്ട്. ഇവിടെ ഉണ്ട് എന്നുള്ള അർത്ഥം. അപ്പോൾ ലക്കും നിങ്ങൾക്കുണ്ട്, കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക്, നിങ്ങൾക്ക് ഉണ്ട്, അത് നിങ്ങൾക്ക് എന്ന് അർത്ഥം കൊടുത്താലും മതി. എന്താണുള്ളത്? ദീനുക്കും. ദീൻ എന്നുള്ളതിന് പ്രധാനപ്പെട്ട 2 അർത്ഥങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്ന് മതം എന്നാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന അർത്ഥം, മറ്റൊന്ന് പ്രതിഫല നടപടി എന്നാണ്, അല്ലെങ്കിൽ പ്രതിഫലം എന്നുള്ള അർത്ഥം കൊടുക്കാം. അപ്പോൾ ഇവിടെ ദീൻ എന്നുള്ളതിന് മതം എന്നുള്ള അർത്ഥമാണ്. ദീനുക്കും, കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ, ദീനുക്കും നിങ്ങളുടെ മതം. അപ്പോൾ ലക്കും ദീനുക്കും നിങ്ങൾക്ക് നിങ്ങളുടെ മതമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മതം. വലി, ലീ എന്ന് പറഞ്ഞാൽ എനിക്ക്, ലന എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക്, ലക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക്, ലഹു എന്ന് പറഞ്ഞാൽ അവന്, ലഹ എന്ന് പറഞ്ഞാൽ അവൾക്ക്. ഇവിടെ ലീ എന്നാണ്, എനിക്ക്, എനിക്കുണ്ട്. അവിടെ ലിയ എന്നാണ് എഴുതിയിരിക്കുന്നത്, അത് നമുക്ക് അവസാനത്തിൽ പറയാം. അപ്പോൾ വ ലിയ, അവിടെ വാവ് അത്ഫിൻ്റെ വാവാണ് ചേർക്കാൻ വേണ്ടിയിട്ട്. എന്നോ അല്ലെങ്കിൽ എന്നാൽ എന്നോ ഒക്കെ അർത്ഥം കൊടുക്കാം. വ എന്നാൽ ലീ എനിക്കുണ്ട്, ദീനീ എൻ്റെ മതം. ദീൻ എന്ന് പറഞ്ഞാൽ മതം, ദീനീ എൻ്റെ മതം. അവിടെ ദീനി എന്നുള്ളൂ, ഒരു നീട്ടലില്ല, യാ ഇല്ല. അതും നമുക്ക് തജ്വീദിൻ്റെ സമയത്ത് പറയാം. അപ്പോൾ ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എൻ്റെ മതം. ഇനി നമുക്ക് വിശദീകരണത്തിലേക്ക് പോകാം. ഈ സൂറത്ത് തുടങ്ങുന്നത് തന്നെ കുൽ എന്ന പദം കൊണ്ടാണ്. കുൽ എന്നുള്ള പദം കൊണ്ട് തുടങ്ങുമ്പോൾ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ വേണ്ടി പറയാണ്, നബിയെ താങ്കൾ പറഞ്ഞു കൊടുക്കണം എന്ന് പറയാണ്. ശരിക്ക് ഇങ്ങനെ തുടങ്ങിയിട്ടില്ലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
ഖുർആനിലുള്ള എല്ലാ കാര്യങ്ങളും ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണമല്ലോ. പിന്നെന്താ ചില ആയത്തുകൾക്ക് മാത്രം അങ്ങനെ ഖുൽ എന്ന്, അത് അത്ര ഗൗരവമുള്ളത് കൊണ്ട് എന്നാണ് ഖുർആൻ വ്യാഖ്യാതാക്കൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. വളരെ ഗൗരവമുള്ളൊരു കാര്യം പറഞ്ഞു തുടങ്ങുമ്പോൾ താങ്കൾ ഇത് പറഞ്ഞു കൊടുക്കണം എന്ന രൂപത്തിൽ തന്നെ അവിടെ ഖുൽ എന്നുള്ള പദം വരും. അപ്പോൾ ഖുൽ നബിയെ താങ്കൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക. യാ അയ്യുഹൽ കാഫിറൂൻ, സത്യനിഷേധികളെ വിളിച്ചുകൊണ്ട് അവർക്കാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. യാ അയ്യുഹൽ കാഫിറൂൻ, സത്യനിഷേധികളെ. എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടത്? ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല. വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്, ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങൾ ആരാധിക്കുന്നുമില്ല. വലാ അന ആബിദു മാ അബത്തും, നിങ്ങൾ ആരാധിച്ചതിനെ ആരാധിക്കുന്നവനല്ല ഞാൻ. വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്, ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങൾ ആരാധിക്കുന്നുമില്ല. ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എൻ്റെ മതം. ഇവിടെ കാര്യം വളരെ വ്യക്തമാണ്. സത്യനിഷേധികളെ വിളിച്ചുകൊണ്ട് അള്ളാഹു അവരോട് പറയാൻ വേണ്ടി പറയുന്നത് എന്താണ്? നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല. അതാണ് രണ്ടാമത്തെ ആയത്ത്. നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല. നിങ്ങൾ എന്തിനേക്കോ ആരാധിക്കുന്നുണ്ടല്ലോ, ലാത്ത, ഉസ്സ, മനാത്ത, പലതിനെയും നിങ്ങൾ ആരാധിക്കുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ ഇപ്പോൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന അതിനൊന്നും ഞാൻ ആരാധിക്കുന്നില്ല. പിന്നെ വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്, ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നില്ല. ഇനി അടുത്ത ആയത്തിൽ വലാ അന ആബിദും മാ അബത്തും, നിങ്ങൾ ആരാധിച്ചതിനെ ഞാൻ ആരാധിക്കുന്നവനല്ല. എന്താണ് ഈ രണ്ടാമത്തെ ആയത്തും നാലാമത്തെ ആയത്തും തമ്മിൽ വ്യത്യാസം? രണ്ടാമത്തെ ആയത്തിൽ പറഞ്ഞു ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല. നാലാമത്തെ ആയത്തിൽ പറഞ്ഞു നിങ്ങൾ ആരാധിച്ചതിനെ ആരാധിക്കുന്നവനല്ല ഞാൻ. എന്താണ് വ്യത്യാസം? പ്രധാനപ്പെട്ട രണ്ട് വ്യത്യാസങ്ങൾ അവ തമ്മിലുണ്ട്. ഒന്ന്, രണ്ടാമത്തെ ആയത്തിൽ പറയുന്നത് നിങ്ങളിപ്പോൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്നവയെ ആരാധിക്കുന്ന ആളല്ല ഞാൻ, ഞാൻ ആരാധിക്കുന്നില്ല അതിനെ. നാലാമത്തെ ആയത്തിൽ പറയാണ് നിങ്ങൾ ആരാധിച്ചതിനെ, നിങ്ങളും നിങ്ങളുടെ പൂർവ്വപിതാക്കളൊക്കെ പലതിനെയും ഇതിന് മുമ്പ് ആരാധിച്ചിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ മുൻകാലത്തൊക്കെ ആരാധിച്ച പലതും ഉണ്ടാവും, അതിനൊന്നും ആരാധിക്കുന്നവനല്ല ഞാൻ. അതാണ് ഒരു വ്യത്യാസം. രണ്ടാമത്തെ വ്യത്യാസം, ഈ രണ്ടാമത്തെ ആയത്തിൽ പറഞ്ഞപ്പോൾ ലാ അഅ്ബുദു, ഞാൻ ആരാധിക്കുന്നില്ല എന്ന് പറഞ്ഞു. നാലാമത്തെ ആയത്തിൽ വലാ അന ആബിദുൻ, ഞാൻ ആരാധിക്കുന്നവനല്ല എന്ന് പറഞ്ഞു. ഈ ഞാൻ ആരാധിക്കുന്നില്ല എന്ന് പറയുന്നതും ഞാൻ ആരാധിക്കുന്നവനല്ല എന്ന് പറഞ്ഞതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാൻ ആരാധിക്കുന്നവനല്ല എന്നുള്ളത് കുറച്ചും കൂടെ ശക്തമായ രൂപത്തിലുള്ള ഒരു നിഷേധമാണ്. ആദ്യത്തെ ആയത്തിൽ ചെറിയ രൂപത്തിൽ പറഞ്ഞു ഞാൻ ആരാധിക്കുന്നില്ല, അവയൊന്നും ഞാൻ ആരാധിക്കുന്നില്ല. നാലാമത്തെ ആയത്തിൽ ഒരിക്കലും ഞാൻ അങ്ങനെ ആരാധിക്കുന്നവനല്ല. ഒരാളിപ്പോൾ പറയണിരിക്കാം ഞാൻ കള്ള് കുടിച്ചിട്ടില്ല എന്ന് പറയണതും ഞാൻ കള്ള് കുടിക്കുന്നവനല്ല എന്ന് പറഞ്ഞതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാൻ കള്ള് കുടിക്കുന്നില്ല അല്ലെങ്കിൽ ഞാൻ കള്ള് കുടിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കള്ള് കുടിക്കുന്നില്ല, ഞാനത് കുടിക്കുന്നില്ല എന്നുള്ള ആ ഒരു രൂപത്തിൽ, ഒരു ചെറിയ രൂപത്തിലുള്ള നിഷേധമാണ്. ഞാൻ കള്ള് കുടിക്കുന്നവനല്ല എന്ന് പറയുമ്പോൾ അതൊരു ശക്തമായ നിഷേധം. അങ്ങനത്തെ ഒരാളല്ല ഞാൻ, നിങ്ങൾ മനസ്സിലാക്കിയ പോലെ അങ്ങനെയുള്ളൊരു വ്യക്തിയല്ല ഞാൻ കള്ള് കുടിക്കുന്നവനല്ല, അങ്ങനെയുള്ള അതിൽപ്പെട്ട ഒരാളല്ല ഞാൻ എന്ന് ശക്തമായ നിഷേധമാണത്. അപ്പോൾ നിങ്ങൾ ആരാധിച്ചതിനെ ആരാധിക്കുന്ന തരത്തിൽപ്പെട്ട ഒരു വ്യക്തിയല്ല ഞാൻ, അങ്ങനെയുള്ള ഒരാളല്ല ഞാൻ എന്ന് ശക്തമായ നിഷേധമാണ് അവിടെ. ഇനി മൂന്നാമത്തെ ആയത്തും അഞ്ചാമത്തെ ആയത്തും എടുത്തു കഴിഞ്ഞാൽ രണ്ടും ഒരേപോലെയാണ് തോന്നുന്നത്. വലാ അൻതും ആബിദൂന മാ അഅ്ബുദു എന്നാണ് രണ്ട് സ്ഥലത്തും. ഖുർആൻ വ്യാഖ്യാതാക്കൾ ഇതിനെക്കുറിച്ച് പറയുന്നത് അവിടെ അതിൻ്റെ ഗൗരവം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ആയത്ത് 2 പ്രാവശ്യം വന്നത് എന്നാണ് ഒരഭിപ്രായം. എന്നാൽ രണ്ടാമതൊരു അഭിപ്രായം ഇതൊരു ആവർത്തനം അല്ല. അവിടെ ഒരേ വാക്കുകൾ, ഒരേ പദങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ആശയം വ്യത്യസ്തമാണ്. അതാണ് രണ്ടാമത്തെ അഭിപ്രായം. അപ്പോൾ എന്താണ് വ്യത്യസ്തമായ ആശയങ്ങൾ? ഇതിൻ്റെ ആശയം എന്താണ് വ്യത്യസ്തമായത് എന്നറിയണമെന്നുണ്ടെങ്കിൽ ഏത് ആയത്തിന് ശേഷമാണ് ഓരോന്നും വന്നു എന്നറിയണം. രണ്ടാമത്തെ ആയത്തിന് ശേഷം, അതായത് ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ എന്ന് പറഞ്ഞിട്ടാണ് മൂന്നാമത്തെ ആയത്തിൽ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു എന്ന് പറഞ്ഞത്. അപ്പോൾ അവ തമ്മിൽ ചേർത്തിട്ട് വേണം മനസ്സിലാക്കാൻ. പിന്നെ മൂന്നാമത്തെ ആയത്ത് വലാ അന ആബിദും മാ അബത്തും എന്ന് പറഞ്ഞിട്ടാണ് പിന്നെയാണ് വലാ അൻതും ആബിദൂന മാ അഅ്ബുദു എന്ന് പറഞ്ഞത്. അവ തമ്മിൽ, ആ 4ഉം 5ഉം ആയത്തുകൾ തമ്മിൽ മനസ്സിലാക്കണം ഒന്നിച്ച്. എങ്ങനെയാണത് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു പറയാണ് ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ വേണ്ടി പറയാം, നിങ്ങൾ ആരാധിക്കുന്നതിനെ ആരാധിക്കുന്നില്ല ഞാൻ, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല. എന്നിട്ട് വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്, ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നില്ല എന്ന് പറഞ്ഞാലോ, അല്ലെങ്കിൽ നിങ്ങൾ ആരാധിക്കുന്നുമില്ല എന്ന് പറഞ്ഞാലോ.
ഞാൻ ആരാധിക്കുന്ന ആ അള്ളാഹുവിനുള്ള ഗുണങ്ങളോട് കൂടിയ ഒരു ആരാധ്യനെ അല്ല നിങ്ങൾ ആരാധിക്കുന്നത്. ഞാൻ ആരാധിക്കുന്നൊരു ദൈവമുണ്ട്, ആ ദൈവത്തിന് ചില ഗുണങ്ങളുണ്ട്. അങ്ങനെയുള്ള ഒരു ദൈവത്തിനെ അല്ല നിങ്ങൾ ആരാധിക്കുന്നത്. ഒരുപക്ഷെ അവരുടെ കൂട്ടത്തിൽ അള്ളാഹുവിനെ ആരാധിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ അള്ളാഹുവിനെ മാത്രമല്ല, അവർ മറ്റ് പല സങ്കല്പങ്ങളുള്ള ആളുകളാണ്. അള്ളാഹുവിന് പുറമെ മറ്റ് പലരെയും വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അള്ളാഹുവിന് പങ്കാളികളെ വെക്കുന്നുണ്ട്. അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് പറയുന്ന ആളുകൾ ആ നാട്ടിലുണ്ട്. അള്ളാഹുവിൻ്റെ പെൺമക്കളാണ് മലക്കുകൾ എന്ന് പറയുന്നവരുണ്ട്. അള്ളാഹുവിൻ്റെ മകനാണ് ഉസൈർ എന്ന് പറഞ്ഞവരുണ്ട്. അപ്പോൾ അങ്ങനെ അവർ അള്ളാഹുവിനെ എങ്ങനെയാണോ കാണുന്നത് ആ രൂപത്തിലല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏകനായ അള്ളാഹുവിനെ, മക്കളില്ലാത്ത ഏകനായ അള്ളാഹുവിനെ, ആ അള്ളാഹുവിനെയാണ് ആരാധിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആരാധിക്കുന്ന ആ ദൈവത്തിന് എന്തൊക്കെയാണോ ഗുണങ്ങളുള്ളത്, അങ്ങനെയുള്ള ഗുണങ്ങളുള്ള ഒരു ദൈവത്തിനെ അല്ല നിങ്ങൾ ആരാധിക്കുന്നത്. വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്, ഞാൻ ആരാധിക്കുന്നതിനെ ആരാധിക്കുന്നവരല്ല നിങ്ങൾ. ഞാൻ ആരാധിക്കുന്ന ആ ദൈവത്തിനുള്ള ഗുണങ്ങളോട് കൂടിയ ഒരു ദൈവത്തിനെ അല്ല നിങ്ങൾ ആരാധിക്കുന്നത്. അതാണ് അവിടെ അത് രണ്ടും തമ്മിൽ ചേർത്ത് വായിക്കുമ്പോൾ നമുക്കതിൻ്റെ അർത്ഥം മനസ്സിലാവുക. ഇനി 4-ാമത്തെയും 5-ാമത്തെയും ആയത്തുകൾ ഒരുമിച്ചൊന്ന് വായിച്ചു നോക്കുക. വലാ അന ആബിദും മാ അബത്തും, നിങ്ങൾ ആരാധിച്ചതിനെ അല്ലെങ്കിൽ നിങ്ങൾ ആരാധിച്ചവയെ ആരാധിക്കുന്നവനല്ല ഞാൻ. എന്നിട്ട് പറയാണ് വലാ അൻതും ആബിദുന മാ അഅ്ബുദ്, ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങൾ ആരാധിക്കുന്നില്ല. എന്താണ് അവ തമ്മിലുള്ള ബന്ധം? അതായത് നിങ്ങളും നിങ്ങളുടെ പൂർവ്വ പിതാക്കളുമൊക്കെ പണ്ടുകാലം മുതലേ മറ്റ് പലതിനെയും ആരാധിച്ചവരാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഞാൻ ആരാധിക്കുന്ന ആ ഒരു ഏകനായ ദൈവത്തെ ആരാധിക്കുമെന്ന് തോന്നുന്നില്ല. അവിടെ ഭൂതകാലത്തിലുള്ളൊരു കാര്യം പറഞ്ഞു 4-ാമത്തെ ആയത്തിൽ, നിങ്ങൾ ആരാധിച്ചതിനെ ആരാധിക്കുന്നവനല്ല ഞാൻ. അതിനുശേഷം പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഭൂതകാലത്തിൽ നിങ്ങൾ നിങ്ങളുടെ പൂർവ്വപിതാക്കളൊക്കെ മറ്റ് പലതിനെയും ആരാധിച്ചവരാണ്. അങ്ങനെ ആരാധിച്ച നിങ്ങൾ അന്ന് മുതൽ ഇന്ന് തൊട്ട് ഈ അള്ളാഹുവിനെ ആരാധിക്കുന്നില്ല. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ടും നിങ്ങൾ ഞാൻ ആരാധിക്കുന്നതിനെ ആരാധിക്കുമെന്ന് തോന്നുന്നില്ല. അതാണ് 5-ാമത്തെ ആയത്തിൻ്റെ അർത്ഥം. അങ്ങനെ ചേർത്ത് വായിക്കുമ്പോൾ മനസ്സിലാവുക. വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്, ഞാൻ ആരാധിക്കുന്നതിനെ ആരാധിക്കുന്നവരല്ല നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ആരാധിക്കുന്ന ഏകനായ അള്ളാഹുവിനെ ഇനി ഇവിടുന്ന് അങ്ങോട്ടും നിങ്ങൾ ആരാധിക്കുമെന്ന് തോന്നുന്നില്ല. അതാണ് അതിൻ്റെ അർത്ഥം ആ തരത്തിലാവുമ്പോൾ. അപ്പോൾ ശരിക്കും കണ്ടു കഴിഞ്ഞാൽ 3-ാമത്തെയും 5-ാമത്തെയും ആയത്തുകൾ ഒരേപോലെയാണെങ്കിലും അതിൻ്റെ ആശയതലങ്ങളിൽ വ്യത്യാസമുണ്ട്. പരിശുദ്ധ ഖുർആനിൽ ആവർത്തനമുണ്ടാവാൻ തരമില്ല. കാരണം അങ്ങനെ ആവർത്തിച്ച് ഒരുപാട് ആയത്തുകൾ ഉണ്ടാക്കേണ്ട ഗ്രന്ഥമല്ല പരിശുദ്ധ ഖുർആൻ. പരിശുദ്ധ ഖുർആനിൽ ഓരോ ആയത്തിനും കൃത്യമായ ലക്ഷ്യവും ഉദ്ദേശവും ഉണ്ടാവും. അല്ലാതെ വെറുതെ ഒരു വിഷയം ഇങ്ങനെ ആവർത്തിച്ച് പറയൂല. ഒരിക്കൽ പറഞ്ഞത് തന്നെ വീണ്ടും പറയാം, അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇപ്പോൾ സൂറത്തു റഹ്മാൻ എടുത്തു കഴിഞ്ഞാൽ ഫബി അയ്യി ആലാ ഇ റബ്ബിക്കുമാ തുകസിബാൻ എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. ഓരോ സ്ഥലത്തും അതിന് വേറെ വേറെ അർത്ഥങ്ങളാണ്. അതിൻ്റെ ആ തൊട്ട് മുമ്പ് എന്ത് പറഞ്ഞിട്ടാണ് അത് പറയുന്നത് നോക്കുമ്പോഴാണ് ആ അർത്ഥവ്യത്യാസം മനസ്സിലാവുക. അതുപോലെ 4-ാമത്തെയും 5-ാമത്തെയും ആയത്തെടുത്ത് നോക്കുകയാണെങ്കിൽ 4-ാമത്തെ ആയത്തിൽ അവസാനത്തിൽ അബത്തും എന്നാണ് പറഞ്ഞത്. വല അന ആബിദും മാ അബത്തും, നിങ്ങൾ ആരാധിച്ചതിനെ ആരാധിക്കുന്നവനല്ല ഞാൻ. അപ്പോൾ ശരിക്കും 5-ാമത്തെ ആയത്തിൽ പറയേണ്ടത് ഞാൻ ആരാധിച്ചതിനെ നിങ്ങൾ ആരാധിക്കുന്നില്ല എന്നല്ലേ. 4-ാമത്തെ ആയത്തിൽ നിങ്ങൾ ആരാധിച്ചതിനെ ഞാൻ ആരാധിക്കുന്നവനല്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് 5-ാമത്തെ ആയത്തിൽ ഞാൻ ആരാധിച്ചതിനെ നിങ്ങൾ ആരാധിക്കുന്നില്ല എന്ന് പറയണ്ടേ? അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. 5-ാമത്തെ ആയത്തിലും പറഞ്ഞത് ഞാൻ ആരാധിക്കുന്നതിനെ എന്നാണ്. അതെന്തുകൊണ്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആരാധിച്ചതിനെ എന്ന് പറയാൻ മുമ്പ് വേറൊന്നിനല്ലോ ആരാധിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നും ആരാധിച്ചത് അള്ളാഹുവിനെയാണ്. അതുകൊണ്ട് ഞാൻ ആരാധിച്ചതിനെ എന്ന് പറയുന്നതിൽ അർത്ഥമല്ല, ഞാൻ ആരാധിക്കുന്നതിനെ. കാരണം എല്ലാ കാലത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരാധിച്ചത് ഏകനായ അള്ളാഹുവിനെയാണ്. അല്ലാതെ മുമ്പ് വേറൊന്നിനെ ആരാധിച്ചു ഇപ്പോൾ വേറൊന്നിനെ ആരാധിക്കുന്നു അങ്ങനെയാണെങ്കിലല്ലേ ഞാൻ മുമ്പ് ആരാധിച്ചതിനെ എന്ന് പറയേണ്ടേ ഉള്ളൂ. അപ്പോൾ അവിടെയൊക്കെ അള്ളാഹു ഉപയോഗിച്ച കൃത്യമായ പദപ്രയോഗങ്ങൾ നമുക്ക് അത്ഭുതം ഉണ്ടാക്കുന്നതാണ്. അവസാനത്തെ ആയത്തിൽ ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന് പറയുമ്പോൾ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്ക് എൻ്റെ മതം എന്ന് പറയുമ്പോൾ അത് ഒരു ലളിതമായ രൂപത്തിലുള്ള ഒരു ഒത്തുതീർപ്പൊന്നുമല്ല. ശരി, നിങ്ങൾ നിങ്ങളുടെ മതം അനുസരിച്ച് ജീവിച്ചോളൂ, ഞങ്ങൾ ഞങ്ങളുടെ മതം അനുസരിച്ച് ജീവിക്കാം എന്ന രൂപത്തിലല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ മറുപടി കൊടുത്തത്. അതിൻ്റെ അർത്ഥം നമ്മൾ തൊട്ട് മുമ്പുള്ള ആയത്തുകളൊക്കെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്താണ് അതിൻ്റെ അർത്ഥം? നിങ്ങൾ എന്തായാലും ഞാൻ ഈ പറയുന്ന ഈ ഒരു വിശ്വാസത്തിലേക്ക് നിങ്ങൾ വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും നിങ്ങൾ പറയുന്ന ആ ഒരു ആരാധ്യരെ ഞാൻ ആരാധിക്കുകയില്ല. അപ്പോൾ എനിക്ക് എൻ്റെ നിലപാടിൽ ഉറച്ചു നിന്നേ പറ്റൂ. നിങ്ങൾ ആ തെറ്റ് തുടർന്നോളൂ, അതിനുള്ള ശിക്ഷ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, നിങ്ങൾ ആ തെറ്റ് തുടർന്നോളൂ,
നിങ്ങൾ എന്തായാലും ഞാൻ ഈ പറയുന്നതിലേക്ക് വരുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ആരാധിക്കുന്നവയെ നിങ്ങൾ ആരാധിച്ചോളൂ, നിങ്ങൾ ആ തെറ്റ് തുടർന്നോളൂ, അതിനുള്ള ശിക്ഷ നിങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും. ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന് പറയുമ്പോൾ അതൊരു ലാഘവത്തോടു കൂടിയുള്ള വാക്കുകളല്ല. അതായത് നിങ്ങൾ നിങ്ങളുടെ മതം അനുസരിച്ച് അങ്ങനെ ജീവിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല, ഞാൻ എൻ്റെ മതം അനുസരിച്ച് അങ്ങനെ ജീവിക്കട്ടെ, അങ്ങനെയുള്ള രൂപത്തിലല്ല അത്. ശരിക്ക് അതൊരു ശക്തമായ താക്കീതാണ്. അതായത് നിങ്ങൾ ഈ ഒരു അവസ്ഥയിലേക്ക്, ഈ ഏകനായ അള്ളാഹുവിനെ ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ എന്തായാലും വരുന്നില്ല. അതുകൊണ്ട് ഇനി അതുമായി ബന്ധപ്പെട്ട് വരുന്ന ശിക്ഷകളും അതിൻ്റെ പരിണിത ഫലങ്ങളൊക്കെ നിങ്ങൾ അനുഭവിച്ചോളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ മതം, നിങ്ങൾ അങ്ങനെ ജീവിച്ചോളൂ, അതുമായി ബന്ധപ്പെട്ട ശിക്ഷയൊക്കെ നിങ്ങൾ അനുഭവിച്ചോളൂ. വലിയ ദീൻ, എനിക്ക് എൻ്റെ മതം മതി, ഞാൻ എൻ്റെ മതം അനുസരിച്ചേ ജീവിക്കുള്ളൂ, ഇതിൽ നിന്ന് യാതൊരു കാരണവശാലും ഞാൻ മറ്റൊരു അവസ്ഥയിലേക്ക് ഞാൻ വരില്ല, ഒരു നീക്കുപോക്കിനും ഞാൻ വരില്ല, ആരാധനയുടെ കാര്യത്തിൽ ഒരു നീക്കുപോക്കിനും ഞാൻ വരില്ല. നിങ്ങൾ നിങ്ങളുടെ മതം അനുസരിച്ച് ജീവിക്കാനാണ് നിങ്ങൾക്കിഷ്ടമെങ്കിൽ അങ്ങനെ ജീവിക്കാം, പക്ഷേ അതുമായി ബന്ധപ്പെട്ട ശിക്ഷകളൊക്കെ നിങ്ങൾ ഏറ്റുവാങ്ങിക്കോളൂ എന്ന ശക്തമായൊരു താക്കീതാണ് ശരിക്കും അതിനകത്ത്. ഇവിടെ ഈ ഒരു സൂറത്ത് മൊത്തത്തിലെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ സത്യവിശ്വാസികളുടെ നിലപാടാണ് ഈ ഒരു സൂറത്തിലൂടെ പറയുന്നത്. എന്താണ് സത്യവിശ്വാസികളുടെ നിലപാട്? ആരാധനയുടെ കാര്യത്തിൽ ഒരിക്കലും ഒരു നീക്കുപോക്കിനില്ല. അതായത് മതസൗഹാർദ്ദം ഉണ്ടാക്കേണ്ടത് മറ്റുള്ള മതക്കാരുടെ ആരാധ്യ വസ്തുക്കളെ ആരാധിച്ചുകൊണ്ടല്ല, അവരുടെ ആരാധനകളിൽ പങ്കെടുത്തിട്ടല്ല, മറിച്ച് സത്യവിശ്വാസികൾക്ക് ആരാധനയുടെ കാര്യത്തിൽ ഉറച്ച നിലപാടുണ്ടാവണം. ഒരിക്കലും മറ്റൊരു മതക്കാരുടെ ആരാധ്യ വസ്തുക്കളെ ആരാധിക്കാൻ ഒരു സത്യവിശ്വാസിക്ക് പാടുള്ളതല്ല, ഒരു കാരണവശാലും. അതുകൊണ്ട് തന്നെ ആ ഒരു നിലപാട് വളരെ വ്യക്തമായിട്ട് ഈ സൂറത്തിലൂടെ പറയുകയാണ്. ഇതൊരു സത്യവിശ്വാസിയുടെ നിലപാടാണ്. ബാക്കി എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടുകൂടെ എല്ലാം വളരെ നല്ല രൂപത്തിൽ ജീവിക്കേണ്ടവരാണ്. പക്ഷേ മറ്റൊരു ആരാധ്യ വസ്തുക്കളെ ഒരിക്കലും ഒരു സത്യവിശ്വാസി ആരാധിക്കാൻ പാടില്ല. ചില ആളുകളൊക്കെ ഞങ്ങൾ ഏറ്റവും നല്ല മതസൗഹാർദ്ദമുള്ള ആളുകളാണ് എന്ന് കാണിക്കാൻ വേണ്ടി അറിവില്ലായ്മ കൊണ്ടായിരിക്കാം മറ്റുള്ള ആളുകളുടെ ആരാധനാലയങ്ങളിൽ കയറി അവരാരാധിക്കുന്ന ആ ആരാധ്യ വസ്തുക്കളെ അവരാരാധിക്കുന്ന പോലെ ആരാധിക്കുക, അവർ ചെയ്യുന്ന പോലെയൊക്കെ ചെയ്യുക. അവരുടെ ആഘോഷങ്ങളിൽ, അവരുടെ പല പല ആഘോഷങ്ങളും മറ്റു മതക്കാരുടെ ആഘോഷങ്ങൾ വരും, ആ ആഘോഷങ്ങളിൽ അവർ ധരിക്കുന്ന പോലെയുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് സ്ഥാപനങ്ങളിൽ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇതര സ്ഥാപനങ്ങളിലുമൊക്കെ മറ്റു മതക്കാരുടെ ആഘോഷങ്ങൾ വരുമ്പോൾ അവർ ആ ആഘോഷങ്ങൾക്ക് വേണ്ടി ധരിക്കുന്ന അതേപോലെയുള്ള വസ്ത്രം നമ്മളും ധരിച്ച് ആ ആഘോഷങ്ങളിൽ പങ്കെടുക്കുക. നമ്മൾ ആലോചിച്ച് നോക്കണം, അവരുടെ ആചാര അനുഷ്ഠാനങ്ങളിൽ ഒരു സത്യവിശ്വാസി പങ്കെടുക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അതിലൊരു ഉറച്ച നിലപാടെടുക്കാൻ നമുക്ക് സാധിക്കണം. അവിടെ മതസൗഹാർദ്ദം എന്ന് പറയുന്നത് മതങ്ങൾ തമ്മിലുള്ള ലയനമല്ല, ആരാധനകൾ തമ്മിലുള്ള ലയനമല്ല മതസൗഹാർദ്ദം. മറിച്ച് എന്താണ് മതസൗഹാർദ്ദം? നമ്മൾ ആരാധിക്കുന്ന വസ്തുക്കളെ മാത്രം ആരാധിച്ചുകൊണ്ട് തന്നെ നമ്മളുടെ കൂടെ ജീവിക്കുന്ന എല്ലാവരോടും സ്നേഹത്തോടും സമാധാനത്തോടും സന്തോഷത്തോടും കൂടെ പെരുമാറുക. അവർ മറ്റൊരു മതം വിശ്വസിക്കുന്നു എന്നുള്ള പേരിൽ അവരോട് യാതൊരു വെറുപ്പോ വൈരാഗ്യമോ ഇല്ലാതിരിക്കുക. അവരവരുടെ മതം അനുസരിച്ച് ജീവിച്ചോട്ടെ, നമ്മൾ നമ്മളുടെ മതം അനുസരിച്ച് ജീവിക്കുന്നു, അതിൻ്റെ പേരിൽ അവരോട് വെറുപ്പോ വിദ്വേഷമോ വൈരാഗ്യമോ വാശിയോ ഒന്നും ഇല്ലാതിരിക്കുക. ഈ മതം തന്നെ സ്വീകരിച്ചോളണം എന്ന് നിർബന്ധം പിടിച്ച് ഇതിലേക്ക് ഏതെങ്കിലും തരത്തിൽ കൊണ്ടുവരാതിരിക്കുക. അതൊക്കെയാണ് വർഗീയതയില്ലാത്ത ജീവിതം. മതസൗഹാർദ്ദം എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്. അതല്ലാതെ മതസൗഹാർദ്ദം ഉണ്ടാകാൻ വേണ്ടിയിട്ട് എല്ലാ മതക്കാരും മറ്റുള്ള മതക്കാരുടെയൊക്കെ ആരാധനകൾ സ്വീകരിക്കണം എന്നുള്ളത് തെറ്റായ നിലപാടാണ്. ഓരോരുത്തരും അവരവരുടെ ആരാധന നിലനിർത്തിക്കൊണ്ട് തന്നെ സ്നേഹത്തോടു കൂടി ജീവിക്കുകയാണ് വേണ്ടത്. അതുകൊണ്ടൊരു സത്യവിശ്വാസിയുടെ നിലപാട് എപ്പോഴും നമ്മൾ മനസ്സിലാക്കിയ സത്യങ്ങൾ നമ്മുടെ കൂടെ ജീവിക്കുന്ന മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം. അവർക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, അവർക്ക് സ്വീകരിക്കാതിരിക്കാം, അത് അവരുടെ ഇഷ്ടം. അവർ സ്വീകരിച്ചാലും സ്വീകരിച്ചിട്ടില്ലെങ്കിലും ഒരു കാരണവശാലും അതൊന്നും തന്നെ ആ മനുഷ്യനോടൊരു ദേഷ്യം കാണിക്കാനോ ആ മനുഷ്യനോട് വെറുപ്പുണ്ടാവാനോ കാരണമാവാൻ പാടില്ല. അത് നല്ല സ്നേഹത്തോടു കൂടെയും സന്തോഷത്തോടു കൂടെയും സമാധാനത്തോടു കൂടെയും എല്ലാ മതക്കാരും ഒരുമിച്ച് ജീവിക്കണം. അതേസമയത്ത് ആരാധനകൾ ഓരോരുത്തർക്കും അവരവരുടെ ആരാധനകളുണ്ട്. ഈ ഒരു നിലപാടിലാണ് നമ്മൾ ഉറച്ചു നിൽക്കേണ്ടത്. ഇനി നമുക്ക് ഈ ആയത്തുകളിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം. ഖുൽ യാ അയ്യുഹ, അവിടെ യാ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ മദ്ദു വന്നു, അയ്യുഹ എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ഹംസയും വന്നു. അപ്പോൾ മദ്ദും ഹംസയും അടുത്തടുത്ത് വന്നു. പക്ഷേ രണ്ടും വ്യത്യസ്ത പദങ്ങളില്ല. കണ്ടു കഴിഞ്ഞാൽ ഒരൊറ്റ പദമായിട്ട് തോന്നും. യാ അയ്യുഹ എന്നുള്ളത് ഒരു പദമായിട്ടാണ് തോന്നുക. അല്ല, യാ എന്നുള്ളത് വേറെ, അയ്യുഹ വേറെ. ശരിക്ക് ഐ എന്നുള്ളത് വേറെയാണ്, ഹ എന്നുള്ളത് വേറെയാണ്. അത്രത്തോളം നമുക്ക് പോകണ്ട. എന്തായാലും യാ എന്നുള്ളത് ഒരു പദം, അയ്യുഹ എന്നുള്ളതിൻ്റെ തുടക്കത്തിലാണ് ഹംസ. അപ്പോൾ മദ്ദും ഹംസയും അടുത്തടുത്താണെങ്കിലും വ്യത്യസ്ത പദങ്ങളില്ല. അതുകൊണ്ട് 4 or 5 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട്, നിർബന്ധമില്ല. മദ് മുൻഫസിൽ എന്ന് പറയും. യാ അയ്യുഹ.
അയ്യുഹൽ കാഫിറൂൻ, കാഫിറൂൻ എന്നുള്ളതിൻ്റെ അവസാനത്തെ നൂനിന് സുക്കൂനിട്ടിട്ട് നിർത്തുക. അപ്പോൾ തൊട്ട് മുമ്പുള്ള നീട്ടലിനെ 6 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുള്ള മദ് ആരിതായിട്ട് വരും. അപ്പോൾ അൽ കാഫിറൂൻ. അടുത്ത ആയത്ത് ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. ലാ എന്നുള്ളതിൽ മദ്ദുണ്ട്, നീട്ടലുണ്ട്. അതിനുശേഷം അഅ്ബുദു എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ഹംസ വന്നു. അപ്പോൾ ലാ എന്നുള്ളതിലാണ് നീട്ടൽ കിടക്കുന്നത്, അഅ്ബുദു എന്നുള്ളതിൻ്റെ തുടക്കത്തിലാണ് ഹംസ കിടക്കുന്നത്. നീട്ടലും ഹംസയും അടുത്തടുത്താണെങ്കിലും വ്യത്യസ്ത പദങ്ങളിലാണ്, ഒന്ന് ഒരു പദത്തിലും മറ്റത് മറ്റേ പദത്തിലും. അപ്പോൾ മദ്ദും ഹംസയും അല്ലെങ്കിൽ നീട്ടലും ഹംസയും അടുത്തടുത്താണ്, വ്യത്യസ്ത പദങ്ങളിലാണ്. അതുകൊണ്ട് മദ് മുൻഫസിൽ നേരത്തെ പറഞ്ഞ പോലെ 4 or 5 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട്, നിർബന്ധമല്ല. ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, ഇതിൻ്റെ അവസാനത്തിലുള്ള നൂനും സുക്കൂനിട്ടിട്ട് നിർത്തുക. അപ്പോൾ തൊട്ട് മുമ്പുള്ള ആ ദൂ എന്നുള്ള നീട്ടലിനെ 6 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട്, അത് മദ് ആരിലാണ്. അടുത്ത ആയത്ത് വലാ അൻതും, ഇവിടെയും ലാ എന്നുള്ള നീട്ടൽ, അതിനുശേഷം അൻതും എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ഹംസ. മദ്ദും ഹംസയും അല്ലെങ്കിൽ നീട്ടലും ഹംസയും അടുത്തടുത്താണ്, വ്യത്യസ്ത പദങ്ങളിലാണ്. 4 or 5 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട്, നിർബന്ധമല്ല. അൻതും, അവിടെ തഇൻ്റെ മുമ്പ് സുക്കൂനിലെ നൂന് വന്നു, ഇഖ്ഫാ ചെയ്യുക, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക, അവ്യക്തമാക്കി മണിക്കുക. അൻ എന്ന് പുറത്തേക്ക് കേൾക്കാൻ പാടില്ല, നൂനിൻ്റെ ശബ്ദം പുറത്തേക്ക് കേൾക്കാൻ പാടില്ല, അവ്യക്തമാക്കുക അല്ലെങ്കിൽ മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക. അൻതും ആബിദൂന മാ അഅ്ബുദ്, അവിടെയും മദ് മുൻഫസിൽ. ഇനി അങ്ങനെ പറഞ്ഞാൽ പോരെ, മദ് മുൻഫസിൽ, അതായത് മാ എന്നുള്ളതിലാണ് നീട്ടൽ കിടക്കുന്നത്, അഅ്ബുദ് എന്നുള്ളതിൻ്റെ തുടക്കത്തിലാണ് ഹംസ കിടക്കുന്നത്. അപ്പോൾ മദ്ദും ഹംസയും അടുത്തടുത്താണെങ്കിലും വ്യത്യസ്ത പദങ്ങളിലാണ്. അതുകൊണ്ട് 4 or 5 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട്, നിർബന്ധമല്ല. മദ് മുൻഫസിൽ. അഅ്ബുദു എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ദാലിന് സുക്കൂനിട്ടിട്ട് വേണം അവിടെ നിർത്താൻ. അവിടെ എഴുതിയിരിക്കുന്നത് അഅ്ബുദു എന്നാണ്, ലമ്മാണ്. പക്ഷേ അവിടെ പാരായണം നിർത്തുമ്പോൾ അഅ്ബുദ്, അവിടെ സുക്കൂനിട്ടിട്ടാണ് നിർത്തുക. ദാലിന് സുക്കൂന് കൊടുക്കുമ്പോൾ അത് കൽക്കലത്തിൻ്റെ അക്ഷരത്തിന് സുക്കൂന് കിട്ടിയതാണ്. അങ്ങനെ കൽക്കലത്തിൻ്റെ അക്ഷരം എടുത്തു പറയേണ്ട അക്ഷരമാണ്, തൊട്ടുവെച്ച് പോയാൽ പോരാ. അഅ്ബുദ് എന്ന് പറഞ്ഞാൽ പോരാ, അഅ്ബുദ്. ദ് എന്നുള്ളത് വ്യക്തമായിട്ട് പുറത്തേക്ക് കേൾക്കണം, വെളിവായി കേൾക്കണം. അഅ്ബുദ്. അടുത്ത ആയത്ത് വലാ അന, അവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലാ എന്നുള്ളതിലാണ് മദ്, അന എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ഹംസ. അപ്പോൾ മദ്ദും ഹംസയും അടുത്തടുത്താണെങ്കിലും വ്യത്യസ്ത പദങ്ങളിൽ 4 or 5 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട്, നിർബന്ധമില്ല. വലാ അന. അന എന്നുള്ളതിൻ്റെ ആ നൂന് കഴിഞ്ഞിട്ടുള്ള മേലേക്കുള്ള ആ ഒരു അലിഫുണ്ടല്ലോ, അതിൻ്റെ മേലെ നോക്കൂ, ഒരു നീണ്ട ഒരു 0 പോലെ കാണാം. എന്താണ് അതിൻ്റെ അർത്ഥം? ശരിക്കും അങ്ങനെ അല്ലാത്ത തരത്തിലുള്ളൊരു 0 ഉണ്ട്. അങ്ങനെ ദീർഘിപ്പിച്ച് ദീർഘവൃത്തല്ലാതെ കൃത്യമായിട്ടുള്ളൊരു വൃത്തം ഇടുന്ന സന്ദർഭമുണ്ട്. അങ്ങനെ കൃത്യമായിട്ടുള്ളൊരു വൃത്താണെങ്കിൽ, കൃത്യമായിട്ടുള്ളൊരു വട്ടപൂജ്യം പോലെയാണെങ്കിൽ ആ അക്ഷരം, ആ ഒരു അലിഫ് അവിടെ ഇല്ല എന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അന വെറുതെ അങ്ങ് പറഞ്ഞാൽ മതി. ഇവിടെയും അങ്ങനെ തന്നെയാണ്, പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. അഥവാ അവിടെ എങ്ങാനും പാരായണം നിർത്തുകയാണെങ്കിൽ, ആ അന എന്ന് കഴിഞ്ഞിട്ട് എങ്ങാനും പാരായണം നിർത്തുകയാണെങ്കിൽ അപ്പോൾ ആ അലിഫിനെ പരിഗണിക്കണം, ആ അലിഫിനെയും കൂടെ ചേർത്തിട്ട് ഉച്ചരിക്കണം. അപ്പോൾ ഒരാളിപ്പോൾ അവിടെ പാരായണം നിർത്തുകയാണിരിക്കുക, അവിടെ സാധാരണ നിർത്തേണ്ട ആവശ്യമൊന്നും വരില്ല, ചെറിയ ആയത്താണ്. പക്ഷേ നിയമം അങ്ങനെയാണ്, അവിടെ നിർത്തേണ്ടി വന്നാൽ വല അന, അന, അല്ലാതെ വല അന എന്നല്ല, അന. ആ ഒരു അലിഫും കൂടെ, അലിഫ് എന്ന് പറയുമ്പോൾ നീട്ടലാണല്ലോ, ആ നൂനിനെ അല്പം നീട്ടിയിട്ട് 2 അക്ഷരത്തിൻ്റെ ദൈർഘ്യം നീട്ടിയിട്ട് വല അന എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിർത്തേണ്ടി വന്നാൽ. അങ്ങനെ നിർത്തേണ്ട സ്ഥലത്താണ് നൂനിൻ്റെ കൂടെയുള്ള അലിഫിൻ്റെ മുകളിൽ ഈ കാണിച്ച രൂപത്തിലുള്ള ഒരു അടയാളം കാണിക്കുക. ഇനി ആബിദുൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തൻവീന് ശേഷം മീമാണ്. മീമിൻ്റെ മുമ്പ് തൻവീന് വന്നാൽ ആ തൻവീനിനെ മീമിലേക്ക് ലയിപ്പിക്കണം, മണിക്കണം, ഇദ്ഗാം ബിഗുന്ന. അപ്പോൾ ആബിദുമ്മ, ശരിക്കും ആ മീമിന് ഷദ് കൊടുത്തിട്ട് പറയുന്ന പോലെ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഒരു ഷദ് ഇട്ട് കൊടുത്തത്. അപ്പോൾ ആബിദു എന്ന് പറഞ്ഞിട്ട് മീമിന് ഷദ് കൊടുത്തു നോക്കൂ, മണിക്കണം. അപ്പോൾ ആബിദുമ്മ. അബത്തും, അവിടെ അബദ് തും എന്നാണ്. അബദ് എന്നുള്ളതിൻ്റെ അവസാനത്തിൽ സുക്കൂനുള്ള ദാല്, പിന്നെ താ. ഈ ദാലും താവും ഒരേ മഹ്റജിൽ നിന്ന്, നമ്മുടെ ശബ്ദം പുറത്തു വരുന്ന സ്ഥലങ്ങളെയാണ് മഹ്റജ് എന്ന് പറയുക. വായയിൽ നിന്ന് ശബ്ദം പുറത്തേക്ക് വരുന്ന സ്ഥലമുണ്ടല്ലോ, അതിനാണ് ശബ്ദങ്ങളുടെ അല്ലെങ്കിൽ അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനം മഹ്റജ് എന്ന് പറയാം. അപ്പോൾ നമ്മുടെ വായക്കകത്ത് നിന്ന് ഒരേ മഹ്റജിൽ നിന്ന് പുറത്തേക്ക് വരുന്ന 2 അക്ഷരങ്ങളാണ് ദാലും താവും. ഇങ്ങനെയുള്ള ഒരേ മഹ്റജിൽ നിന്ന് പുറത്തേക്ക് വരുന്ന 2 അക്ഷരങ്ങൾ അടുത്തടുത്ത് വരുമ്പോൾ അതിൽ ആദ്യത്തെ അക്ഷരത്തിന് സുക്കൂനാണെങ്കിൽ അതിന് 2നെയും കൂടെ ചേർത്തിട്ട് പറയുക ചെയ്യുക. അപ്പോൾ ഇവിടെ അബദത്തും എന്ന് പറയില്ല, 2ഉം കൂടെ ലയിപ്പിച്ചിട്ട് ഇദ്ഗാം ചെയ്തിട്ട് അബത്തും എന്നാ പറയാം. ആ താന് ഷദ് കൊടുത്തിട്ടാണ് പറയാം, അബത്തും. ആ ദാല് പറയണ്ട, ദാല് തായിലേക്ക് ചേർന്നു, അപ്പോൾ അബത്തും എന്നാ പറയാം. അങ്ങനെ ചേർക്കുന്നതിന് ഇദ്ഗാം മുത്തജാനിസൈനി എന്നാണ് പറയാം. ഇദ്ഗാം മുത്തമാസിലൈനി ഉണ്ട്, അതായത് ഒരേ അക്ഷരങ്ങൾ തമ്മിൽ ചേർത്തി പറയുന്ന സന്ദർഭമുണ്ട്. ഇപ്പോൾ
രണ്ട് മീമുകൾ അടുത്തടുത്ത് വന്നു. ആദ്യത്തെ മീമിന് സുക്കൂന്, രണ്ടാമത്തെ മീമിന് ഹറക്കത്ത്. അപ്പോൾ രണ്ടും കൂടെ ചേർത്ത് ഒന്നിച്ചങ്ങ് പറയും. അങ്ങനെ ഒരേ അക്ഷരങ്ങൾ അടുത്തടുത്ത് വരുന്നു, അതിൽ ആദ്യത്തെ അക്ഷരത്തിന് സുക്കൂന്. അത്തരം സന്ദർഭങ്ങളിൽ അവയെ ചേർത്തി പറയുന്നതിനെയാണ് ഇദ്ഗാം മുതമാസിലൈനി എന്ന് പറയാം. ഇവിടെ അതല്ല, ഇവിടെ ഒരേ മഖ്റജിൽ നിന്ന് വരുന്ന രണ്ട് വ്യത്യസ്ത അക്ഷരങ്ങളാണ്. അങ്ങനെയുള്ള അക്ഷരങ്ങളെ ചേർത്ത് പറയുമ്പോൾ ആദ്യത്തേന് സുക്കൂനാവണം. അങ്ങനെ ചേർത്തി പറയുമ്പോൾ അതിനെയാണ് ഇദ്ഗാം മുതജാനിസൈനി എന്ന് പറയാം. പിന്നെ മറ്റൊന്നും കൂടെ ഉണ്ട്, അതായത് അടുത്തടുത്ത മഖ്റജിൽ നിന്ന് പുറത്തേക്ക് വരുന്ന അക്ഷരങ്ങളുണ്ട്. അത്തരം അക്ഷരങ്ങളെ ചേർത്തി പറയുന്നതിന് ഇദ്ഗാം മുതഖാരിബൈനി എന്ന് പറയും. അതിവിടെ വന്നിട്ടില്ല, ഇൻഷാ അല്ലാഹ് വരുന്ന സമയത്ത് പറയാം. അപ്പോൾ ഇവിടെ അബത്തും എന്നേ പറയാവൂ, അബദത്തും എന്ന് പറയരുത്. അടുത്ത ആയത്ത് വല അന്തും ആബിദൂന മാ അഅബുദ്. ഇതിലുള്ള തജ്വീദിൻ്റെ നിയമങ്ങൾ നമ്മൾ പറഞ്ഞു തൊട്ട് മൂന്നാമത്തെ ആയത്ത് പറഞ്ഞ സമയത്ത്. അവസാനത്തെ ആയത്തിൽ ലക്കും ദീനുക്കും വലിയ ദീൻ. അവിടെ ശരിക്കും വലിയ ദീനീ എന്നാണ്. എന്തുകൊണ്ട് അതിനെ മാറ്റി എന്നുള്ളതിന് ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്ന ഒരു വിശദീകരണം അത് തൊട്ട് മുമ്പുള്ള ആയത്തുകളുമായിട്ടുള്ളൊരു ചേർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ ആ തരത്തിൽ ചെയ്യാം. അപ്പോൾ വലിയ എന്നുള്ളത് വലിയ എന്നാക്കി, ദീനീ എന്നുള്ളത് ദീനി എന്നാക്കി. ദീനി എന്നവിടെ കെസറിട്ട് എഴുതാൻ മറ്റ് യാതൊരു കാരണവുമില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഒരു യാ കളഞ്ഞതാണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് വലിയ ദീൻ, അവിടെ ശരിക്ക് ദീനി എന്ന് അവസാനത്തെ ആ യാ ഇട്ടിരുന്നുവെങ്കിൽ അവിടെ നമുക്ക് ദീൻ എന്ന് പറഞ്ഞ് നിർത്താൻ പറ്റില്ല. അപ്പോൾ ദീനി എന്ന് പറഞ്ഞ് നിർത്തണം. അപ്പോൾ തൊട്ട് മുമ്പുള്ള ആയത്തുകളുമായിട്ട് അതിന് ഒരു ചേർച്ച ഉണ്ടാവില്ല. ആ യാ കളയുന്നതോടുകൂടി വെറും ദീനി എന്ന് ആ നൂനിന് കെസർ മാത്രമാകുമ്പോൾ നമ്മളവിടെ പാരായണം നിർത്തുമ്പോൾ നൂനിന് സുക്കൂനിട്ടിട്ടാണ് നിർത്തുക. അവിടെ യാ ഉണ്ടെങ്കിൽ സുക്കൂനിടാൻ പറ്റില്ലല്ലോ. ഇവിടെ ആ യാ കളഞ്ഞതുകൊണ്ട് വെറും നൂന് മാത്രമായതുകൊണ്ട് നമ്മൾ ആ നൂനിന് സുക്കൂനിട്ട് നിർത്തും. അങ്ങനെ നിർത്തുമ്പോൾ ദീൻ എന്നാവും. അത് തൊട്ട് മുമ്പുള്ള ആയത്തുകളുമായിട്ട് സാമ്യത ഉണ്ടാവും. തഅബുദൂൻ, അതേപോലെ കാഫിറൂൻ, ആ ഒരു ഭാഗമായിട്ട് ദീൻ. അങ്ങനെ ആ ഒരു ചേർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് വലിയ എന്നുള്ളത് വലിയ എന്നാക്കിയത്. അതേപോലെ ദീനീ എന്നുള്ളതിൻ്റെ അവസാനത്തെ യാനെ കളഞ്ഞത്. കാരണം ആ അവസാനത്തെ യാനെ കളയുമ്പോഴേ അവിടെ നിർത്തുമ്പോൾ ദീൻ എന്ന് പറഞ്ഞ് നിർത്താൻ പറ്റുള്ളൂ. നമുക്ക് ഈ ആയത്തുകളൊന്ന് പാരായണം ചെയ്യാം, ശേഷം ഗ്രാമർ പറയാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل يا أيها الكافرون لا أعبد ما تعبدون ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد ലക്കും ദീനുക്കും വലിയ ദീൻ. ഗ്രാമർ നോക്കുകയാണെങ്കിൽ യാ അയ്യുഹ എന്നുള്ളതിൽ യാ എന്നുള്ളത് അദാത്ത് നിദാ എന്ന് പറയും, വിളിക്കാൻ ഉപയോഗിക്കുന്ന പദം. അയ്യുഹ എന്നുള്ളതിനെ ഇസ്മ മർഫു, അത് റഫ് ചെയ്യപ്പെട്ട ഒരു ഇസ്മ എന്നാണ് പറയാം. അൽ കാഫിറൂൻ എന്നുള്ളത് അയ്യുഹ എന്നുള്ളതിൻ്റെ ബദലായിക്കൊണ്ട് വന്നതാണ്. ബദൽ എന്ന് പറഞ്ഞാൽ പകരം. അപ്പോൾ അങ്ങനെ ഉള്ള സന്ദർഭങ്ങളിൽ ആ അയ്യുഹ എന്നുള്ളതിൻ്റെ അതേ രൂപത്തിൽ തന്നെയാണ് ഇതിനെ എഴുതാൻ പറ്റുക. എന്ന് പറഞ്ഞാൽ രണ്ടിനും ഒരേ ഏറാബ് കിട്ടണം. അയ്യുഹ എന്നുള്ളത് മർഫു ആണ്, റഫ് കിട്ടിയ രൂപത്തിലാണ്. അതുകൊണ്ട് കാഫിറൂൻ എന്നുള്ളതും റഫിൻ്റെ രൂപത്തിലാണ് എഴുതിയിട്ടുള്ളത്. കാഫിരീൻ എന്നാണെങ്കിൽ ജറിൻ്റെയും നെസ്ബിൻ്റെയും രൂപമാണ്. ഇവിടെ കാഫിറൂൻ എന്ന് എഴുതാൻ കാരണം അത് അയ്യുഹയുടെ ബദലായി വന്നതുകൊണ്ടാണ്. അടുത്ത ആയത്തിൽ ലാ അഅബുദു മാ തഅബുദൂൻ. അഅബുദു എന്നെടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഫായിൽ എന്ന് പറഞ്ഞാൽ കർത്താവ്, പ്രവൃത്തി ചെയ്യുന്ന ആൾ. സബ്ജക്റ്റ് അത് അന എന്നാണ്, അതിനകത്ത് ഒളിഞ്ഞു കിടക്കാന്ന് വേണമെങ്കിൽ പറയാം. അന എന്നുള്ളതാണ് അവിടെ ഫായിൽ. ഇനി മഫ്ഊലുൻ ബിഹി എന്താണ്? മഫ്ഊലുൻ ബിഹി എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ കർമ്മം, അല്ലെങ്കിൽ എന്തിലേക്കാണോ ആ പ്രവൃത്തി ചെന്ന് പതിക്കുന്നത്. അപ്പോൾ ഇവിടെ മാ എന്നുള്ള അതിനെയാണ് അവിടെ ശരിക്ക് മഫ്ഊലുൻ ബിഹി ആയിട്ട് പറയാം. അടുത്ത ആയത്തിൽ വല അൻതും ആബിദൂന മാ അഅബുദ്, അവിടെ അൻതും എന്നുള്ളതിൻ്റെ ഖബറായിട്ടാണ് ആബിദൂന വരുന്നത്. അടുത്ത ആയത്തിലും അതേപോലെ വല അന ആബിദുൻ എന്ന് പറയുമ്പോൾ അന എന്നുള്ളതിൻ്റെ ഖബറായിട്ടാണ് ആബിദുൻ എന്ന് വരുന്നത്. വല അൻതും ആബിദൂന മാ അഅബുദ് ലക്കും ദീനുക്കും വലിയ ദീൻ. ഇത്രയും കാര്യങ്ങളാണ് ഈ സൂറത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.